നമസ്കാരം. ഇസ്രയേലിൻ്റെ നീക്കം അതീവ രഹസ്യമാണ്. കൂടെ നിൽക്കുന്നവർക്ക് പോലും ഒരിക്കലും പ്രവചിക്കാൻ കഴിയാത്ത തരത്തിലുള്ള മിന്നൽ സ്ട്രൈക്കുകൾ നടത്താൻ കെൽപ്പുള്ള ഇസ്രയേലിനെ അമേരിക്ക പോലും ഭയക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. ലോകം ചുറ്റും ചാരന്മാർ കറങ്ങി നടക്കുന്നുണ്ട് എന്ന് ട്രോളുകൾ പറഞ്ഞാൽ അതും വിശ്വസിച്ചേ മതിയാകൂ. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം കണ്ടത്. അതീവ സുരക്ഷിതനെന്ന് കരുതിയിരുന്ന ഹിസ്ബുള്ള മേധാവി ഹസൻ നസ്രുള്ളയെ ഇസ്രയേൽ തകർത്തത് ഹിസ്ബുള്ള മാത്രമല്ല, ലോകം മുഴുവനും ആശങ്കയോട് തന്നെയാണ് കേട്ടത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഹിസ്ബുള്ളയ്ക്ക് നാഥനില്ലാതെ വന്നിരിക്കുകയാണ് എന്നതാണ് പരമാർത്ഥം. എന്നാൽ പെട്ടെന്നൊന്നും പിൻഗാമിയെ ഹിസ്ബുള്ള പ്രഖ്യാപിക്കാനുള്ള സാധ്യതയും വിരളമാണ്. കാരണം പുതിയ തലവന്മാരെ ഉൾപ്പെടെ ഹിസ്ബുള്ളയുടെ പുതിയ ഹിറ്റ് ലിസ്റ്റ് വരെ ഒരുക്കി കാത്തിരിപ്പാണ് ഇസ്രായേൽ എന്നത് തന്നെയാണ് അതിന് പ്രധാന കാരണം. കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തിലൂടെ ഉന്നത നിരയെ മൊത്തമായാണ് ഇസ്രയേൽ തകർത്തു കളഞ്ഞത്. അതുകൊണ്ട് തന്നെ നായകനിരയിൽ അല്പം ആശങ്ക ഹിസ്ബുള്ളയ്ക്ക് ഉണ്ട് എന്നതും സത്യമാണ്. എങ്കിലും ആരാകും പുതിയ തലവനായി ഉയർന്നു വരിക എന്ന ആകാംക്ഷ ലോകം ശ്രദ്ധയോടെ തന്നെ ഉറ്റുനോക്കുന്നുമുണ്ട്. ഹിസ്ബുള്ളയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ ലീഡറും നസ്രുള്ളയുടെ ബന്ധുവുമായ ഹാഷിം സഫയുദ്ദീൻ എന്ന 62-കാരന് തന്നെ നറുക്കു വീഴാനാണ് കൂടുതലും സാധ്യത. US-ഉം അറേബ്യയും ഭീകരപ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള നേതാവ് കൂടിയാണ് സഫയുദ്ദീൻ. ഇസ്രയേലിൻ്റെ ഹിറ്റ് ലിസ്റ്റിലെ പ്രധാന ആൾ കൂടിയാണ് സഫയുദ്ദീൻ എന്നതും ശ്രദ്ധേയമാണ്.